വീട്ടുകാരും കൂട്ടുകാരും അറിയാതെ അന്യനാട്ടിലൂടെയുള്ള ഈ കുട്ടികളുടെ കറക്കവും താമസവും നല്ലതിനാണോ? നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 21-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സജിയും ലൂസിയും രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് തയ്യാറായാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും മലയാളികളാണ്. സജിയുടെ വീട് കോഴിക്കോടിനടുത്ത് കൂടരഞ്ഞിയിലാണ്. ലൂസിയുടെ വീട്ടുകാർ നേരത്തെ കേരളത്തിലായിരുന്നെങ്കിലും പിന്നീട് അവിടെ നിന്നും സ്ഥലം വിറ്റ് കർണാടകത്തിലെ കുശാൽ നഗറിലേക്ക് പോയി. അവിടെയാണ് ഇപ്പോൾ താമസം. രണ്ടുപേരും പഠിക്കുന്നത് മൈസൂരിലാണ്. അവിടെ വെച്ചാണ് രണ്ടുപേരും തമ്മിലുള്ള ലോഹ്യം തുടങ്ങിയതും. അത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തീവ്രമായി. വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ സ്വതന്ത്രരായ പക്ഷികളെപ്പോലെ പറന്നു നടക്കുന്നു. അരുണുമായി അടുപ്പമുള്ളത് സജിക്കാണ്. അവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടിനടുത്താണ് സജിയുടെ വീട്. അങ്ങനെയാണ് അവർ തമ്മിൽ അടുപ്പം. ആ ബന്ധം ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുന്നു എന്ന് മാത്രം. പിന്നെ അരുൺ പലപ്പോഴും മൈസൂരിൽ പോകാറുണ്ട്. എന്തൊക്കെയോ ഇടപാടുകളുണ്ട് അവർ തമ്മിൽ. എല്ലാം ഒന്നും അവൻ പറയാറില്ല. അവൻ മനസ്സോടെ പറയാത്ത കാര്യങ്ങൾ അറിയാൻ എലിസബത്ത് ശ്രമിക്കാറുമില്ല. സജിക്കും ലൂസിക്കും അവിടുത്തെ സ്ഥലങ്ങൾ കൃത്യമായി എല്ലാം അറിയാവുന്നതുകൊണ്ട് അന്ന് പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി അവർ പോയത് മൈസൂർ കൊട്ടാരമെന്നും അംബാവിലാസ് കൊട്ടാരമെന്നും അറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. അവരുടെ താമസ സ്ഥലത്ത് നിന്നും ഏറ്റവും അടുത്തുള്ളതും അതുതന്നെയായിരുന്നു. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്ഥലം. കണ്ടാലും കണ്ടാലും മതി വരാത്ത അതിമനോഹരമായ ഒരു സ്ഥലം. ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച ഇർവിൻ എന്ന ആർക്കിടെക്റ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന മനോഹരമായ ഒരു കെട്ടിട സമുച്ചയം തന്നെയാണ് മൈസൂർ കൊട്ടാരം. കണ്ടാലും കണ്ടാലും മതി വരില്ല എന്നതാണ് ആ കെട്ടിടത്തിൻ്റെ മാന്ത്രികത. ഏകദേശം 2 മണിക്കൂറോളം അവർ അവിടെ ചെലവഴിച്ചു. ആകെ കാണാനുള്ളതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടു കഴിഞ്ഞുള്ളൂ എന്ന തോന്നലിലാണ് അവർ അവിടെ നിന്നും ചാമുണ്ടേശ്വരി അമ്പലത്തിലേക്ക് പോയത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ഓരോ സ്ഥലങ്ങളും. എല്ലാം മണിക്കൂറുകളോളം സമയമെടുത്ത് വിശദമായി കാണേണ്ട അത്രയും മനോഹരമായ നിർമ്മിതികൾ. എന്നാൽ പോലും കണ്ട് തൃപ്തിയായിട്ട് ഇറങ്ങിപ്പോരാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പിന്നെ ഉള്ള സമയം കൊണ്ട് പരമാവധി കാഴ്ചകൾ കാണാം. ഓരോ ദിവസവും മുഴുവനായി ഓരോ സ്ഥലങ്ങളിൽ ചെലവഴിക്കാമെങ്കിൽ കുറേ കൂടി തൃപ്തികരമായിരിക്കും എന്ന് അവർക്ക് തോന്നി. അത്രമാത്രം സമയം അവർക്കില്ലല്ലോ. എന്തൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും പിറ്റേന്ന് വൈകുന്നേരം അവിടെ നിന്നും പോരണ്ടേ. അതുകൊണ്ട് അരുണും ടീമും അമ്പലത്തിലും 1-2 മണിക്കൂർ മാത്രമേ ചെലവഴിച്ചുള്ളൂ. അപ്പോഴേക്കും സമയം ഉച്ചയായി. രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറുമെല്ലാം ദഹിച്ചു തീർന്നിട്ട് നേരം കുറേയായി. എത്ര സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെങ്കിലും വിശപ്പ് ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും സുന്ദരമായി നമുക്ക് തോന്നില്ല. എത്രയും വേഗം ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം സജി അവരെ കേരള മോഡൽ ഭക്ഷണം വളരെ വൃത്തിയിലും രുചിയിലും കിട്ടുന്ന ഒരു മലയാളി ഹോട്ടലിലേക്ക് നയിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങിയ അവർ ഗാർഡനിലേക്കാണ് പോയത്. ഒരു ദിവസം മുഴുവനും ഗാർഡനിൽ തന്നെ ചെലവഴിച്ച് തീർക്കണം എന്നായിരുന്നു എലിസബത്തിൻ്റെ ആഗ്രഹം. എന്നാൽ വീണ്ടും സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ടും ഏറ്റവും കുറഞ്ഞ പക്ഷം തീരുമാനിച്ചിരുന്ന 2 സ്ഥലങ്ങൾ കൂടിയെങ്കിലും കാണണമെന്നത് കൊണ്ട് മാത്രമാണ് അവളെ പിടിച്ചു വലിച്ച് ഗാർഡനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്.
അടുത്തതായി പോയത് മൃഗശാലയിലേക്കാണ്. അവിടെയും 2 മണിക്കൂറിനടുത്ത് സമയം ചെലവഴിച്ചു. ആൺകുട്ടികൾ 2 പേർക്കും മൃഗശാല വളരെ തൃപ്തികരമായിരുന്നു. ഗാർഡനിൽ നിന്നും കൊണ്ടുവന്നതുപോലെ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ അത്രയേറെ വിഷമമുണ്ടായിരുന്നില്ല. മൃഗശാലയിൽ നിന്ന് അവർക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് ഗാർഡനായിരുന്നു. അതിനുശേഷം അവർ സിൽക്ക് ഫാക്ടറിയിലേക്ക് പോയി. അവിടം സ്ത്രീജനങ്ങൾ 2 പേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. സിൽക്ക് സാരി നിർമ്മാണം വിശദമായി അവർ കണ്ടു. സിൽക്ക് സാരികൾ അവിടെ നിന്ന് തന്നെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ വില കുറവും ഗുണം കൂടുതലുമാണ്. നല്ല വസ്ത്രം കണ്ടാൽ പിന്നെ വാങ്ങാൻ തോന്നാതിരിക്കുമോ? അവരുടെ ആ ആഗ്രഹം അവന്മാരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് വാങ്ങി വെക്കേണ്ടതില്ല, നാളെ പോകുന്നതിന് മുമ്പ് വാങ്ങാം എന്ന വാഗ്ദാനത്തിൽ അവർ അവിടെ നിന്നും സമ്മതിച്ച് പുറത്തിറങ്ങി. മുങ്ങാനുള്ള പ്രോഗ്രാം ഇട്ടപ്പോൾ മുതൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണ് ഒരുമിച്ച് ഒരു സിനിമ കാണണം എന്നുള്ളത്. അതിന് പറ്റിയ തിയേറ്ററും സജി മനസ്സിൽ കണക്കുകൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനായി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫസ്റ്റ് ഷോയുടെ സമയമായപ്പോഴേക്കും എല്ലാവരും തിയേറ്ററിൽ എത്തി. മലയാളം സിനിമയൊന്നും തന്നെ ഇല്ലായിരുന്നു. കാണാൻ കഴിഞ്ഞത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. സംഭവം അല്പം സെക്സിയാണ്. ആരും കാണാത്തപ്പോൾ അതൊന്നും പ്രശ്നമല്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം സിനിമയാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് സജി എല്ലാവരോടുമായി പറഞ്ഞു. നേരത്തെ കാണാത്തതുകൊണ്ട് തീർച്ച പറയാൻ ഒക്കില്ല എന്നുകൂടി പറഞ്ഞു. അത് ആയിക്കോട്ടെ എന്നെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് എല്ലാവരും തിയേറ്ററിൽ കയറിയിരുന്നു. സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ സജി പറഞ്ഞത് ശരിയാണ് എന്ന് എലിസബത്തിന് തോന്നി. എന്നാലും എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇഷ്ടപ്പെട്ടു. അവൾക്കിപ്പോൾ അത്തരം കാര്യങ്ങൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെ ഭയങ്കര ഹരമാണ്. തൊട്ടടുത്തിരിക്കുന്ന അരുണിൽ അവൾ ആ സിനിമയിലെ നായകനെ കണ്ടു. വളരെ ആസ്വാദ്യകരമായ രംഗങ്ങളെല്ലാം മനസ്സുകൊണ്ട് ആസ്വദിച്ച് തൊട്ടടുത്തിരിക്കുന്ന അരുണിനെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. മുഴുവൻ സമയവും സിനിമ കണ്ട അരുൺ ഇത് പക്ഷേ ശ്രദ്ധിച്ചതേയില്ല. അരുൺ അറിയാതെയാണെങ്കിലും ഇന്നലെ മുതൽ തുടങ്ങിവെച്ച കത്തൽ എലിസബത്തിനെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇന്നോളം ആസ്വദിക്കാത്ത അനുഭവം. അത് അപരിചിതമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ കണ്ട സിനിമ കൂടി ആയപ്പോഴേക്കും ആ അനുഭവത്തിലേക്ക് എത്താനുള്ള അഭിവാഞ്ച വല്ലാതെ കൂടി. അരുണിൻ്റെ മടിയിലേക്ക് തൻ്റെ കൈത്തലം എടുത്തു വെച്ചു. മറ്റൊന്നുമില്ലെങ്കിലും തൽക്കാലത്തേക്ക് അവൻ്റെ ശരീരത്തിൻ്റെ ചൂടെങ്കിലും അനുഭവിക്കാമല്ലോ. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് അവൾ തിയേറ്ററിൽ ഇരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരെയും ഹോട്ടലിൻ്റെ മുൻപിൽ കൊണ്ടുവിട്ടിട്ടാണ് സജിയും ലൂസിയും പോയത്. ധാരാളം സ്ഥലങ്ങളിൽ പോവുകയും പരിചയമില്ലാത്തതും ഉള്ളതുമായ കുറേയേറെ ആളുകളുടെ ഇടയിൽ പെരുമാറുകയും ചെയ്തല്ലോ. അതുകൊണ്ട് കുളിച്ച് ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നതിനോട് ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ വിശപ്പ് സമ്മതിക്കുന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരൊരു തീരുമാനത്തിലെത്തി. എത്രയും വേഗം പോയി കുളിച്ചു വരിക. ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയതേ എല്ലാവരും വേഗം കുളിക്കാനുള്ള ഒരുക്കത്തിലേക്ക് നീങ്ങി. അരമണിക്കൂറിനുള്ളിൽ 4 പേരും കുളിച്ചു. ഹോട്ടലിൽ വന്ന് നേരത്തെ ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിന് ഒരു ജീവൻ വീണത്. അവർ വല്ലാതെ തളർന്നിരുന്നു. അവൾക്ക് വിശപ്പ് തീരെ സഹിച്ചുകൂടാ. വിശന്നാൽ ഉടനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇന്ന് അത് സാധിച്ചില്ല. അതുകൊണ്ട് ആകെ ഒരു എരിപൊരി സഞ്ചാരമായിരുന്നു വയറ്റിൽ. ഊണ് കഴിഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ സംഭവിക്കാനിരിക്കുന്നതും സുഖകരമായതും എന്നാൽ അനുഭവിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായിരുന്നു. മുറിയിലെത്തി അല്പം കഴിഞ്ഞപ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്നും അമ്മച്ചിയുടെ വിളി വന്നു. എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. ഈ ആഴ്ച എന്തുകൊണ്ട് ചെന്നില്ല എന്നതാണ് പ്രധാന കാര്യം. അവിടെ അടുത്ത് എവിടെയും പോകാനില്ല. ഏതെങ്കിലും ബന്ധുവീടുണ്ടായിരുന്നെങ്കിൽ
ആ ഒരു കാരണം പറയാമായിരുന്നു. അമ്മച്ചി വിളിക്കുമെന്നും നുണ എന്തെങ്കിലും പറയണമെന്നും അറിയാവുന്നതുകൊണ്ട് ഒരെണ്ണം നേരത്തെ കരുതി വച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കരുതി വച്ചിരുന്ന നുണ തന്നെ പറയുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പോകാത്തതുകൊണ്ട് പൊതുവേ പ്രശ്നങ്ങളില്ല. നീ എന്താടി ഈ ആഴ്ച വരാഞ്ഞത്? എല്ലാ ആഴ്ചയും ശനിയാഴ്ച വരുന്നതല്ലേ? ശനിയാഴ്ച ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിനക്ക് വീട്ടിലേക്ക് വന്നാൽ എന്തായിരുന്നു കുഴപ്പം? അമ്മച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ഞങ്ങൾക്ക് കുറേ കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കാനുള്ളത് ഞങ്ങൾ തന്നെ പഠിക്കണ്ടേ? അതുകൊണ്ട് ഞാനും എവലിനും ഇവിടെ തന്നെ കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയവും ക്ഷീണവും ഒഴിവാക്കാം. ആ സമയം കൂടി പഠിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അവിടെ വന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിട്ടല്ല, എന്നാലും നിന്നെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നാതിരിക്കുമോ? അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ അമ്മച്ചി. പഠിക്കാൻ വേണ്ടി അവിടെ നിന്നതാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാലും അടുത്ത ആഴ്ച വന്നേക്കണേ. എല്ലാ ആഴ്ചയും കാണാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്പച്ചനെങ്ങാനും ചിലപ്പോൾ അങ്ങോട്ട് അന്വേഷിച്ചു വന്നു എന്നിരിക്കും. എന്നോളം പോലും നിന്നെ കാണാതിരിക്കാൻ അപ്പച്ചന് പറ്റില്ല. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും വരാത്തത് കൊണ്ടല്ലേ? അയ്യോ, അപ്പച്ചനെ ഇങ്ങോട്ട് വിടുകയൊന്നും വേണ്ട. ഞങ്ങളുടെ കൂടെ വേറെയും കുറേ കുട്ടികളുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് പഠനം, അതും ഒരു മുറിയിലിരുന്ന്. പഠിക്കേണ്ടവരെല്ലാവരും ഈ ആഴ്ച വീട്ടിൽ പോയില്ലെന്നേ. ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഞങ്ങൾക്കുള്ള ഭക്ഷണം ഹോസ്റ്റലിൽ നിന്ന് തരും. ഇപ്പോൾ പോയി ഊണ് കഴിച്ചിട്ട് കയറി വന്നതേയുള്ളൂ. എവ്ലിൻ ഇരുന്ന് പഠിക്കുകയാണ്. അല്ലെങ്കിൽ അവളെ വിളിക്കാമായിരുന്നു. വേറെ പ്രത്യേകമായി എന്തെങ്കിലും പറയാനുണ്ടോ അമ്മച്ചി? ഇല്ല മോളെ, കൊച്ചു പഠിച്ചു. ഞാൻ അപ്പച്ചനോട് വിവരം പറഞ്ഞുകൊള്ളാം. അടുത്ത ആഴ്ച കൊച്ചു വരുമെന്നും പറഞ്ഞേക്കാം. അത് പറഞ്ഞ് സമാധാനിപ്പിക്കാം. എന്നാൽ പിന്നെ ഞാൻ ഫോൺ വെച്ചേക്കാം. അമ്മച്ചി അപ്പച്ചനോടും പറഞ്ഞേക്കണേ പ്രത്യേകം. അടുത്ത ആഴ്ച ഞാൻ വീട്ടിലുണ്ടാവും. അപ്പോഴേക്കും അരുൺ മുറിയിലേക്ക് കയറി വന്നിരുന്നു. എലിസബത്ത് ഫോൺ ചെയ്യുകയായിരുന്നതുകൊണ്ട് അവൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. എൽസ ഫോൺ കട്ട് ചെയ്തു എന്ന് ഉറപ്പ് അറിഞ്ഞപ്പോൾ അരുൺ ചോദിച്ചു, വീട്ടിൽ നിന്നായിരുന്നു അല്ലേ? അമ്മച്ചിയാണോ അപ്പച്ചനാണോ വിളിച്ചത്? കാണാത്തതുകൊണ്ട് വിളിച്ചതായിരിക്കും. എന്തുമാത്രം നുണ പറഞ്ഞു. കണക്കുകൂട്ടലൊക്കെ ശരി തന്നെ. വീട്ടിൽ നിന്നാണ് വിളിച്ചത്. വളരെയധികം നുണ പറയേണ്ടി വന്നു. ആരോട് പറയാൻ? ചോദിക്കാൻ പോയതാണ്. നിന്നെ ഒന്നും വിളിക്കുകയില്ലെന്ന് തോന്നുന്നല്ലോ വീട്ടിൽ നിന്ന്. അന്വേഷിക്കാതെ അങ്ങ് കയറൂരി വിട്ടേക്കുകയാണല്ലേ? അങ്ങനെയെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമായിരുന്നു. ഇത് നാഴികയ്ക്ക് 40 വട്ടം വിളിക്കും. എന്തിനാണാവോ? അന്നേരമെല്ലാം എന്തെങ്കിലും നുണ പറയേണ്ടി വരും. ഉള്ള സത്യം പറഞ്ഞാൽ ആ നിമിഷം അവരിവിടെ ഓടിയെത്തും. അതാണ് ഐറ്റം. ഏതായാലും സത്യം പറഞ്ഞേക്കല്ലേ. നാളെയും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ തിരിച്ചെത്തിയാൽ പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ കൃത്യമായി ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് മോനെ. ഞാൻ അതനുസരിച്ച് തന്നെ പറയും. ബോധ്യമാവുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. കാരണം എൻ്റെയല്ലേ അപ്പനും അമ്മയും. അവരെന്നെ കൊച്ചിലെ മുതലേ കാണുന്നതല്ലേ. ശബ്ദം കേട്ടാൽ അവർക്ക് സംശയം തോന്നും, പ്രത്യേകിച്ച് അമ്മച്ചിക്ക്. ഏതായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിലാക്കിയില്ലേ? ഇനിയിപ്പോൾ രാത്രി വിളിക്കില്ലായിരിക്കുമല്ലോ. നിനക്ക് രാത്രിയിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഹോട്ടായത് വല്ലതും? ഞാൻ അല്പം കഴിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി വന്നെങ്കിലോ എന്ന് കരുതി ഞാൻ അല്പം എടുത്തിട്ടുണ്ട്. അതിനു കൂടെ ചേർക്കേണ്ട സാധനങ്ങളും എടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരുടെയും കൂടെ അല്പം നാടനും 1-2 തവണ വീഞ്ഞും കഴിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. നാടനാണെങ്കിലും 1/2 ഗ്ലാസ് മാത്രം. അതുകൊണ്ട് പ്രത്യേകമായി ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഏതായാലും അരുൺ കൊണ്ടുവന്നതല്ലേ, അതും പരീക്ഷിച്ച് നോക്കിയേക്കാം. അവന് കൊള്ളാമെങ്കിൽ പിന്നെ തനിക്കെന്താ കൊള്ളാത്തത്?
വീട്ടിൽ നിന്ന് അല്പമൊക്കെ അടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതും അവിടെ നിന്ന് അല്പമേ തരൂ. ഏതായാലും നീ കുറച്ച് താ, കഴിച്ചു നോക്കട്ടെ, വല്ല ഗുണവും ഉണ്ടായെങ്കിലോ. അതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും ഒരു പ്രത്യേക ലോകത്ത് എത്തി. അവർ മാത്രമുള്ള അവരുടേതായ ലോകം. അവിടെ ആരും ആരെയും ഒന്നും പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു. പ്രകൃതി തന്നെ പഠിപ്പിച്ച ആദ്യ പാഠങ്ങൾ എല്ലാം അന്നവർ അവിടെ പരീക്ഷിച്ചു. എലിസബത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ അധികമായിരുന്നു ആ പരീക്ഷണത്തിൻ്റെ സുഖം. ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് വല്ലതും തോന്നിയായിരുന്നോടാ? പിന്നെ തോന്നാതെ അന്നേരം തന്നെ ഇങ്ങോട്ട് വരണമെന്നും ഒന്ന് പരീക്ഷിക്കണമെന്നും വിചാരിച്ചതാ. പിന്നെ നീ എന്തു പറയും എന്നൊരു പേടിയുണ്ടായിരുന്നു. നീ ഇത്ര സഹകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും ഒരു മനുഷ്യജീവിയല്ലേ, എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ. ഇത്ര സ്വസ്ഥമായി സുന്ദരമായ ഒരു സാഹചര്യം ഒത്തുകിട്ടിയാൽ പിന്നെ അത് വെറുതെ കളയാൻ മാത്രം വണ്ടിയാണോ ഞാൻ? ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്നത് പോലെ വേദനയുണ്ട്. പകലത്തെ നടപ്പിൻ്റെയും കൂടി ആയിരിക്കും. അല്പം വേദനയും അതിൻ്റെ കൂടെ കുറേയേറെ സന്തോഷവും തന്നതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചടാ മരമാക്രി. അത് നിൻ്റെ ആക്രാന്തം കൊണ്ട് പറ്റിപ്പോയതാണ്. എന്ത് കാര്യത്തിനായാലും അല്പം ക്ഷമയൊക്കെ വേണ്ടേ? പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ പറയുന്നത്? അതിന് ആർക്ക് തിന്നണം പന? നീ വേണേൽ പയ്യെ തിന്നു. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ക്ഷമ കുറവാണേ, പറഞ്ഞേക്കാം. പിന്നെ നിൻ്റെ ക്ഷമ ഞാൻ കണ്ടതല്ലേ കുറച്ച് മുമ്പേ. ഒന്ന് പോടാ എന്ന് പറഞ്ഞതും എലിസബത്ത് വീണ്ടും തൻ്റെ തല അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റിവെച്ച് അല്പം കൂടി ചേർന്ന് കിടന്നു. യാത്രയുടെ ഇതുവരെയുള്ള ഭാഗങ്ങൾ അവരുദ്ദേശിച്ചതുപോലെ തന്നെ തടസ്സങ്ങൾ ഏതുമില്ലാതെ കഴിഞ്ഞുപോയി. എന്നാൽ ഇനിയുള്ള ഭാഗങ്ങൾ അങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കാനുണ്ട്. അത് എപ്പോഴായിരിക്കും എന്നതിൽ മാത്രമേ സംശയമുള്ളൂ. അടുത്ത ഭാഗം വായിക്കുക. നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ, സാധാരണ പോലെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.